വരും ദിവസങ്ങളിൽ ഋഷിൻ സ്ഥിരമായി ത്രൈമീഡിയയിൽ പോയിരുന്നു. അതിന്റെ പുരോഗതിയിൽ അവൻ ഇടതടവില്ലാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വൈകുന്നേരം അവരുടെ ഫ്ളാറ്റിലേക്ക് മടങ്ങുന്ന ഋഷിൻ ശ്രീലക്ഷ്മിക്ക് കൂടെ അടുത്തുള്ള പാർക്കിൽ നടക്കാൻ പോകും. അത് അവർക്ക് മാത്രമായുള്ള നിമിഷങ്ങളായിരുന്നു. അത്തരം ഒരു ദിവസം, ശ്രീലു, ആ സിദ്ധാർത്ഥ് നിന്റെ മുത്തശ്ശിയും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തരുന്നുണ്ടോ? ഋഷിൻ ആശങ്കയോടെ ചോദിച്ചു. ഹേയ്, അതൊന്നും സാരമില്ല ഋഷി. അത് ഷെയർ മാർക്കറ്റിന്റെ പ്രശ്നമല്ലേ. അവർക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തനിച്ചാകുമ്പോൾ അവരെന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ പഴയ പോലെയല്ല. ഇനി എന്നെ പറ്റിക്കാൻ അവർക്ക് കഴിയില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എന്റെ പഴയ സ്വഭാവം പാടെ മാറിയെന്നും ഇനി അവരുടെ കളികളൊന്നും എന്റെ അടുത്ത് നടക്കില്ലെന്നും അവർ ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കും. അവൾ ചിരിയോടെ പറഞ്ഞു. അവളുടെ ചിരി കണ്ട് ഋഷിനും ചിരിച്ചു. ഇനി നീ പഴയതിനേക്കാൾ ശ്രദ്ധിക്കണം ശ്രീ. അവർ തീർച്ചയായും വിട്ടുതരില്ല. ഈ വഴി അല്ലെങ്കിൽ വേറെ വഴി കണ്ടെത്തി വരും. അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ ഋഷി, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്കെന്തിനാ പേടി? ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോൾ അവൻ വല്ലാതെ സന്തോഷിച്ചു. അതേസമയം ഇത്രയധികം വിശ്വാസമുള്ള അവളോട് സത്യങ്ങൾ പറയാൻ കഴിയാത്തതിൽ ഖേദവും തോന്നി. ശ്രീലു, കുറച്ച് സമയം കൂടി എന്നെ സഹിച്ചാൽ മതി. ഞാൻ എന്റെ ഇമോഷൻസ് മാറ്റിവെച്ച് സത്യം പറയാം. നീ എന്നെക്കുറിച്ച് എല്ലാം അറിയണം, അവൻ മനസ്സിൽ കരുതി. ഇരുവരും തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ അടുത്തുകൊണ്ടിരുന്നു. ഇതേ സമയം ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പുമായുള്ള ബിസിനസ് യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിനൊടുവിൽ ഋഷിൻ തന്നെ വിജയിച്ചു. ഹോ, ഈ പ്രശ്നം അവസാനിച്ചപ്പോഴാ സമാധാനായത്, ലക്ഷ്മൺ നെടുവീർപ്പോടെ പറഞ്ഞു. ജയിച്ചാലും നമ്മുടെ നഷ്ടം അല്പം കനത്തതാണ്, ആദിൽ ചിന്തയോടെ പറഞ്ഞു. വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ വാർ ആയതിനാൽ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരു കൂട്ടരും പണം വാരി എറിഞ്ഞിരുന്നു. ഇത്രയധികം പണം മുടക്കി എന്നെ നശിപ്പിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു? എന്നെ നശിപ്പിക്കാൻ അവർക്ക് വേറെയും ധാരാളം അവസരമുണ്ട്. എന്നിട്ടും അവർ എനിക്കായി ഇത്ര ഒരു വലിയ റിസ്ക് എടുത്തു. അവർക്ക് എന്നോട് ഇത്രയ്ക്ക് ദേഷ്യമുണ്ടോ? അതിന് മാത്രം ഞാൻ അവരോട് എന്ത് തെറ്റ് ചെയ്തു? ഓഫീസ് ഭിത്തിയിലേക്ക് നോക്കി ഋഷിൻ പറഞ്ഞു. അവന്റെ മനസ്സിലെ ഭാരം സുഹൃത്തുക്കൾക്ക് മനസ്സിലായി. ലക്ഷ്മൺ അവന്റെ തോളിൽ കൈവച്ച് അവനെ സമാധാനിപ്പിച്ചു. യുദ്ധക്കളത്തിൽ സ്വന്തം കുടുംബം ശത്രുവായിരിക്കുമ്പോൾ ഒരു യോദ്ധാവിന്റെ അവസ്ഥ തീർച്ചയായും ദയനീയമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത ധർമ്മപുത്രരുടെ മാനസികാവസ്ഥയിലായിരുന്നു ഋഷിൻ ഇപ്പോൾ. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സമ്പത്തും ശക്തരായ യോദ്ധാക്കളും യുദ്ധത്തിനാവശ്യമായ ഉപകരണങ്ങളുമുണ്ട്. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം കുടുംബമല്ലേ. ഇത്ര വലിയ വിജയം നേടിയിട്ടും ഋഷിന്റെ മുഖത്തൊരു ഭാരം നിറഞ്ഞു. സുഹൃത്തുക്കളും അത് ശ്രദ്ധിച്ചു. എന്തൊക്കെയോ ആലോചിച്ച് അവൻ സ്വയം മനസ്സ് ശരിയാക്കി. ലക്ഷ്മൺ, നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ അടുത്ത ജോലി ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു, ഋഷിൻ പറഞ്ഞപ്പോൾ മറ്റ് സുഹൃത്തുക്കൾ അമ്പരന്നു. ഋഷിൻ, നിനക്കും ലക്ഷ്മണിനും ഒരുമിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒലീവിയാണ് ആദ്യം ചോദിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഒലീവിയ. നഗരത്തിൽ ഒരു കാറ്ററിംഗ് സർവീസ് നടത്താനും ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ കുറച്ചു നാളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ ഋഷിൻ മറുപടി പറഞ്ഞു. ഇത് ശരിക്കും സൂപ്പർ ഐഡിയ ആണ് ഋഷിൻ. നിനക്കിതിൽ എന്തെങ്കിലും സഹായം വേണോ? ഒലീവിയ ചോദിച്ചു. ഇപ്പൊ വേണ്ട ഒലീവിയ, നിങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഈ ഷെയർ മാർക്കറ്റ് പ്രശ്നം നിങ്ങളെല്ലാം നന്നായി ബാധിച്ചിരിക്കുന്നു. നീ, റോഷൻ, ആദിൽ എല്ലാവരും നിങ്ങളുടെ കമ്പനിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഒരുപാട് ചെയ്യാനുണ്ട്. എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ട്. ഋഷിൻ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു. അവർക്കും അത് ശരിയാണെന്ന് തോന്നി. നീ എന്തിനാ പെട്ടെന്ന് ഹോട്ടൽ ബിസിനസ്സിൽ കയറുന്നത്? നിന്റെ മനസ്സിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് നീ ഞങ്ങളോടെങ്കിലും ഷെയർ ചെയ്യൂ, ആദിൽ സംശയത്തോടെ ചോദിച്ചു. ഋഷിൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ തലയുയർത്തി അവരെ നോക്കി. ഇപ്പോ എനിക്ക് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. നിങ്ങളോട് പറയാതെ ഞാൻ ആരോടും പറയില്ല. ഇന്നത്തെ പോലെ ഒരു കച്ചവടത്തെ മാത്രം വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടിത്തറ ഇളകും. പകരം കുറച്ചുകൂടി വിപുലമാക്കിയാൽ നമുക്ക് വേരുറപ്പിക്കാം. അതായത് നമ്മുടെ ശാഖകൾ എല്ലാ ദിശകളിലേക്കും വിരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും നമുക്കതിനെ കുലുക്കാൻ കഴിയില്ല. അചഞ്ചലമായത് സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സാമ്രാജ്യം ഇനി ഇത്തരം നിസ്സാര കാര്യങ്ങളിൽ പതറരുത്. എത്ര വലിയ സുനാമി വന്നാലും അതിനിടയിൽ ഗംഭീരമായി നിൽക്കണം. ഋഷിൻ തിളങ്ങുന്ന കണ്ണുകളോടെ അവരോട് പറഞ്ഞു. ഏത് സാഹചര്യത്തിലും അവനോടൊപ്പം നിൽക്കാൻ അവർ തീരുമാനിച്ചു. അടുത്ത 3 ദിവസങ്ങളിൽ അത് സിറ്റി വാർത്തകളിൽ നിറഞ്ഞു. നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്തുള്ള ഒരു പഴയ ഹോട്ടൽ പൊളിച്ച്
ആ സ്ഥലത്ത് ഒരു വലിയ 7 സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കാൻ പോകുന്നു എന്ന വാർത്ത നഗരത്തെ പിടിച്ചു കുലുക്കി. അതേസമയം ആ വിവരം കേട്ട എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഓടിക്കൊണ്ടിരുന്നു: ആരാണ് ഇത്രയും വലിയ ഹോട്ടൽ പണിയാൻ പോകുന്ന ആ ആൾ? നഗരത്തിൽ പുതുതായി നിർമ്മിക്കുന്ന വൻപൻ ഹോട്ടലിനെ കുറിച്ചുള്ള ചർച്ചയാണ് എങ്ങും നടക്കുന്നത്. ഹോട്ടലിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ലക്ഷ്മൺ, ഒലീവിയ, ആദിൽ, റോഷൻ തുടങ്ങിയ പ്രമുഖ വ്യവസായികൾ പങ്കെടുത്തത് പലരുടെയും ശ്രദ്ധയാകർഷിക്കുകയും നഗരത്തിലെ വലിയ സംസാര വിഷയമാവുകയും ചെയ്തു. ഓഹരി വിപണിയിലെ തകർച്ച തടഞ്ഞത് അവരുടെ കൂട്ടുകെട്ടാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവരും പങ്കെടുത്തപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമുയർന്നു: ആ ചടങ്ങ് നടത്തുന്ന ശക്തനായ വ്യക്തി ആരായിരിക്കും? പക്ഷേ ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം പുതുതായി നിർമ്മിക്കുന്ന ഹോട്ടലിന്റെ GM പോസ്റ്റിംഗ് മീനാക്ഷിക്ക് ലഭിക്കുമെന്ന വാർത്ത കാട്ടുതീ പോലെ വ്യവസായ വൃത്തങ്ങളിൽ പരന്നു. അതുവരെ അവൾ ആരാണെന്ന് അറിയാത്തവർ പോലും മീനാക്ഷി അന്വേഷിക്കാൻ തുടങ്ങി. മറുവശത്ത് മീനാക്ഷിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു. അതോടെ സ്വന്തം കുടുംബത്തിലും മീനാക്ഷിക്ക് ഒരു വിലയൊക്കെ ഉണ്ടായി. ഋഷിനാണ് ഇതിനെല്ലാം കാരണം. അവൾക്ക് ഋഷിനോട് വല്ലാത്ത നന്ദി തോന്നി. അവന് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. ഈ സമയത്ത് മീനാക്ഷി ഒരിക്കൽ യാദൃശ്ചികമായി ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവയാനി അമ്മയെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടി. ആ മീനാക്ഷി, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കൂട്ടുകാരി വീട്ടിൽ നിന്ന് പോയ ശേഷം നീയും വീട്ടിൽ വന്നിട്ടില്ല. ദേവയാനി അമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷി അവരെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. ആ, ഇപ്പൊ എല്ലാവരുടെയും സംസാരം നിന്നെപ്പറ്റിയാണല്ലോ. പുതുതായി പണിയാൻ പോകുന്ന 7 സ്റ്റാർ ഹോട്ടലിന്റെ GM നീയാണെന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഇത്രയും വലിയ ആളുകളുമായി കോണ്ടാക്ട് ഉണ്ടെന്ന് നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലുള്ള 4 വലിയ ആളുകളെ നീ ശ്രീലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി കൊടുക്ക്. അത് അവളുടെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ അവൾ ഇപ്പൊ കേൾക്കില്ല. ഒരു വകയ്ക്ക് കൊള്ളാത്ത ആ ഋഷിൻ പറയുന്നതേ കേൾക്കൂ. ദേവയാനി സംസാരം തുടർന്നപ്പോൾ മീനാക്ഷി മനസ്സിൽ പറഞ്ഞു: വലിയ പിടിപാടുള്ള ആ ഹോട്ടലിന്റെ മുതലാളി നിങ്ങൾക്കൊരു വിലയുമില്ലാത്ത നിങ്ങളുടെ മരുമകനാണ്. അവനെ കണ്ടതുകൊണ്ടാ എനിക്ക് ഇത്രയും വലിയ അവസരം ലഭിച്ചത്. അതും ശ്രീയുടെ കൂട്ടുകാരി എന്ന നിലയിലാണ് ഞാൻ ഇതിന് യോഗ്യത നേടിയത്. ഞാൻ അവനെ അവൾക്ക് പരിചയപ്പെടുത്തണോ? ഉള്ളത് പറഞ്ഞ ഇത്രയും വലിയ ആ ഹോട്ടലിന്റെ ഉടമയാണ് ശരിക്കും അവൾ. മീനാക്ഷി മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അവൾക്കത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല. ഹേയ്, അതൊന്നും അത്ര വലിയ കാര്യമല്ല ആന്റി. ഞാൻ അവിടെ ജോലിക്ക് പോകുന്നു എന്നേ ഉള്ളൂ. മീനാക്ഷി തന്റെ വാക്കുകളെ നിയന്ത്രിച്ചു. സത്യം പറ മോളെ, ബിസിനസ് സർക്കിളിൽ ആർക്കും അറിയില്ല ആ VIP ആരാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോ നീ മാത്രം അതെങ്ങനെ അറിഞ്ഞു? മോൾ ആന്റിയോട് പറ. ആന്റി ആരോടും പറയില്ല, രഹസ്യമായി വെച്ചോളാം. ദേവയാനി അമ്മ അവളെ നിർബന്ധിച്ചു. മീനാക്ഷി വീണ്ടും അവളുടെ മനസ്സിൽ മറുപടി പറഞ്ഞു: അത് വേണ്ട ആന്റി, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അവരോടായി പറഞ്ഞു: സോറി ആന്റി, അവരുടെ അനുവാദമില്ലാതെ അത് പുറത്തു പറയാൻ പറ്റില്ല. എനിക്ക് എഗ്രിമെന്റ് ഒക്കെ ഉള്ളതാ. അത് അവസാനം എനിക്ക് പ്രശ്നമാവും. അത് മാത്രമല്ല, ഇതിന്റെ ഓണർ ആരാണെന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. എന്നെ അറിയാവുന്ന ആരോ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ എനിക്ക് ഈ പോസ്റ്റിംഗ് ലഭിച്ചത് തന്നെ. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ നിന്റെ ആ ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ദേവയാനി അമ്മ കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു. മീനാക്ഷി മനസ്സിൽ വിചാരിച്ചു, അത് നിങ്ങളുടെ സ്വന്തം മകള് തന്നെയാണ്. അവളെ ഇനി ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണോ? അവൾ അവരെ നോക്കി ചിരിച്ച ശേഷം പറഞ്ഞു: തീർച്ചയായും ആന്റി. അതിനുശേഷവും ദേവയാനി ഹോട്ടലിനെ കുറിച്ചും അതിന്റെ ഉടമയെക്കുറിച്ചും അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ സഹിക്ക വയ്യാതെ മീനാക്ഷി റിംഗ് ചെയ്യാത്ത ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തുകൊണ്ട് പറഞ്ഞു: അയ്യോ, ആണോ? ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ഞാൻ ഇറങ്ങി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.